പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷനൊക്കെ കിട്ടി. സെപ്റ്റംബർ മാസം ആരംഭിച്ചു. ഈ മാസം മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ഓർക്കുക, വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ 3200 രൂപ കിട്ടിയൊക്കെ സന്തോഷത്തിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം വീണ്ടും പെൻഷൻ നടപടികളിലേക്കൊക്കെ പോവുകയാണ് എന്നുള്ളൊരു കാര്യം. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ തുക കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടാതിരുന്ന ആളുകൾക്ക്, സാങ്കേതിക തകരാറൊക്കെ മൂലം കിട്ടാതിരുന്ന ആളുകൾക്ക് ഇന്നു മുതൽ വീണ്ടും തുക ലഭ്യമായി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1600 രൂപ വീതം എല്ലാ മാസവും നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സർക്കാർ സഹായം തന്നെയാണ്. ഇതിൽ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക ഇനത്തിലുള്ള ഒരു ഗഡുത്തുക കൂടി കൂട്ടി 3200 രൂപ വീതമൊക്കെ വിതരണം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ഈ ഒരു 3200 രൂപ വിതരണം ചെയ്ത സമയത്ത് ഒരു ഗഡുത്തുക പല ആളുകൾക്കും എത്തിയില്ല. ഈ സാങ്കേതിക കാരണങ്ങളൊക്കെ കാരണമാണ് ഈ ഒരു പ്രശ്നമുണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ന് മുതൽ വീണ്ടും തുക വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്ഷേമ പെൻഷന് കിട്ടാത്ത ആളുകൾക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് പൂർണ്ണ അളവിൽ തന്നെ തുക എത്തും. മാത്രവുമല്ല, ഇനി ഈ ഒരു സെപ്റ്റംബർ മാസം മുതൽ ഓണം അങ്ങോട്ട് കഴിയുന്നതോടുകൂടി തന്നെ കർശനമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ്. കറക്റ്റായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള നടപടികളൊക്കെ നോക്കുന്നു. മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു വീടുകളിൽ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നു. വീട് കയറിയുള്ള ഭൗതിക സാഹചര്യം വിലയിരുത്തുന്നു. കൂടുതൽ ആളുകളെ പുറത്താക്കാനായിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള നടപടികളുണ്ടാവും. അർഹതയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടോ എന്നുള്ള കാര്യം സർക്കാർ പരിശോധിക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകണം. എന്നിട്ട് മറ്റുള്ള കൂടുതൽ ആളുകളിലേക്ക് തുക എത്തിക്കാൻ ശ്രമിക്കണം. മാത്രമല്ല, ഇനി അങ്ങോട്ട് കർശനമായിട്ട് ഈ ഒരു തുകയുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ള പറയുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുടെ വർധനമാണ്. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ തത്വത്തിൽ തന്നെ ധാരണ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് ഭൗതിക സാഹചര്യം വിലയിരുത്തുന്നത്. അതായത് പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻ എന്താണ്, അവർക്ക് ഇത് വാങ്ങാനുള്ള അർഹതയുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ വന്ന് പരിശോധിക്കുന്ന രീതിയിലേക്കും ഒക്കെ സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നടപടികളിലേക്കൊക്കെ പോവുകയാണ്. ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഈ ഒരു മാസം, സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. പഞ്ചായത്ത് തല ഇലക്ഷൻ വരുന്നു, അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വരുന്നു. ആ സമയത്തൊക്കെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുക വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടികൾ ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക.